നിങ്ങൾ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരായിരിക്കും കണ്ണൂർ കോക്ടെയിൽ അല്ലേ? ശരിക്കും ഇതൊരു നാടിൻ്റെ വികാരം തന്നെയാണ് കേട്ടോ. കണ്ണൂരുകാർക്ക് ഈ കോക്ടെയിലിനെ പറ്റി പറയുമ്പോൾ 100 നാക്കാണ്. അതിൻ്റെ രുചിയെപ്പറ്റി അവർ വാതോരാതെ വർണ്ണിക്കും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കണ്ണൂരിൽ ഉദയഗിരിക്ക് പോകുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കാൽടെക്സ് റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ജ്യൂസ് കടയുടെ മുന്നിൽ മൊത്തം ആളുകൾ തിങ്ങി ഞെരുങ്ങി നിന്ന് എന്തോ ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ നല്ല വെയിലത്ത് ക്ഷീണിച്ച് വരുന്ന ഞാൻ വിചാരിച്ചത് ഇതൊരു മാങ്ങാ ജ്യൂസ് എന്തോ ആണെന്നാണ്. അങ്ങനെ കടയിൽ കയറി എന്നാലും ഇത് ഇത്രയും ആളുകൾ കുടിക്കണമെങ്കിൽ ഇതെന്താണെന്നൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഒന്ന് കയറി നോക്കുന്നത്. കയറി നോക്കി ജ്യൂസ് കുടിച്ചപ്പോഴല്ലേ മനസ്സിലാകുന്നത് നല്ല ക്ഷീണമൊക്കെ നല്ല രീതിയിൽ മാറുന്ന കുറേ നട്ട്സും പോംഗ്രനേറ്റൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ഒരു സാധനമാണിതെന്ന്. വെറുതെ അല്ല കേട്ടോ ഈ കടയിൽ ഇത്രയും തിരക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളതൊന്ന് പല സ്ഥലത്തുനിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിലും കണ്ണൂർ കോക്ടെയിൽ കണ്ണൂരിൽ നിന്ന് കുടിച്ചൊരു ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ ഇതൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം എന്നുള്ള ശ്രമത്തിലാണ് ഞാനും ഭർത്താവും. ആദ്യം തൊലി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തുള്ള ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയിട്ട് കുക്കറിൽ 3 വിസിലടിക്കാൻ വെച്ചു. ശേഷം പപ്പായ ചെറുതായിട്ട് നുറുക്കിയിട്ട് അതും മാറ്റി വെച്ചു. ക്യാരറ്റ് വെന്ത് തണിഞ്ഞ ശേഷം ഞങ്ങളത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി. അതിനുശേഷം നുറുക്കി വെച്ച പപ്പായയും മിക്സിയുടെ ജാറിലോട്ടിട്ട് കട്ടപ്പാലും കൂടി ചേർത്താണ് അടിക്കേണ്ടത്. എന്നാൽ ഞങ്ങളെ മിക്സിൻ്റെ ജാറിൽ പപ്പായയുടെയും ക്യാരറ്റിൻ്റെയും അളവ് കുറച്ച് കൂടി പോയതിനെ കൊണ്ട് കട്ടപ്പാലിടാനുള്ള സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഈ പപ്പായയും ക്യാരറ്റും നന്നായിട്ടൊന്ന് അടിച്ച് എടുത്ത് മിക്സിയുടെ ജാറിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുത്ത് അതിനുശേഷം ഈ കട്ടപ്പാലും വാനില ഐസ്ക്രീം വീട്ടിൽ വാങ്ങി വെച്ച കുറച്ച് പാക്കറ്റ് ഉണ്ടായിരുന്നു അതും കൂടെ അതിലോട്ട് തട്ടി. അതിനുശേഷം നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. കറന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം നമ്മൾ നല്ല മിക്സിയിൽ അടിപൊളിയായിട്ട് ഇത് അടിച്ചെടുത്ത ശേഷം അടുത്തത് ഹസ്ബൻഡ് പറഞ്ഞു പോംഗ്രനേറ്റ് പൊട്ടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ടെന്ന് പറഞ്ഞൊരു പരീക്ഷണമൊക്കെ നടത്തി. അത് ചീറ്റിപ്പോയി. അങ്ങനെ പൊട്ടിച്ചിട്ട പോംഗ്രനേറ്റ് ആദ്യം നമ്മളൊരു ഗ്ലാസ്സിലോട്ടിടുന്നു. അതിനുശേഷം നിലക്കടല തൊലി വളഞ്ഞത് നമ്മൾ ഗ്ലാസ്സിലോട്ടിടുന്നു. അതിനുശേഷമാണ് നമ്മൾ ചെറുതാക്കി ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പപ്പായയും കൂടി നമ്മൾ കുഞ്ഞാക്കി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ നമ്മൾ അതിലോട്ടിട്ട് കൊടുക്കുകയാണ്. ശരിക്കും കണ്ണൂരുകാരിങ്ങനെ കുഞ്ഞി പപ്പായൊന്നും ഇതിലിടാറില്ല. പക്ഷേ ഞാൻ എൻ്റെ വക ഒരു കാര്യം കൂടി ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഉണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും കൂടി അതിലോട്ട് പൊട്ടിച്ചിട്ടു. ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ ജ്യൂസ് നമ്മൾ ഓരോ ഗ്ലാസ്സിലോട്ടും നല്ല പതിയെ ഒഴിച്ചു മാറ്റി. അപ്പോൾ ഇത്തിരി മടി കൂടിയത് കൊണ്ട് തന്നെ താഴെ ഞാനൊരു പേപ്പർ വെച്ചിട്ടാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. ചെറുതായിട്ടൊക്കെ അവിടെ ഒറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ, സാരല്ല, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ശേഷം ഒഴിച്ചു വെച്ചിട്ടുള്ള ജ്യൂസിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ പോംഗ്രനേറ്റും ഒരു അണ്ടിപ്പരിപ്പും കൂടെ വെച്ചിട്ട് ഞാൻ ജ്യൂസൊക്കെ സെറ്റാക്കി വന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഇതൊക്കെ കലക്കി കുടിച്ചോളാൻ ഞാനിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന അമ്മയാണ്. അമ്മയുടെ മുഖഭാവം കണ്ടാൽ നിങ്ങൾക്കറിയാം ശരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. മനസ്സിലായില്ലേ? കൊള്ളാം, അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. അടുത്തായിട്ട് ഹസ്ബൻഡിന് കൊടുത്തു. ആളും നന്നായിട്ട് കലക്കി കുടിക്കാനുള്ള ശ്രമത്തിലാണ്. കുടിക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടുള്ള ഇരിപ്പാണ് എന്ന് തോന്നുന്നു. ആ കണ്ണിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആൾക്കും ഇഷ്ടപ്പെട്ടു. ശേഷം ആക്രാന്തം കൊണ്ട് വലിച്ചു വാരി കുടിക്കുന്ന എൻ്റെ മുഖത്തൊക്കെ കുറച്ചായിട്ടുണ്ട്. എന്നാലും ഞാൻ നല്ല തട്ടിവിട്ട് കുടിക്കുകയാണ്. അപ്പോഴാണ് ഹസ്ബൻഡ് പറയുന്നത് മുഖത്ത് കുറച്ചുണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ തുടച്ചു മാറ്റി സന്തോഷത്തോടെ ഞങ്ങൾ ഈ കോക്ടെയിലൊക്കെ കുടിച്ച് തീർച്ചയായും നിങ്ങൾ കണ്ണൂർ പോവുകയാണെങ്കിൽ കണ്ണൂർ കോക്ടെയിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും പോയി ട്രൈ ചെയ്തോളും.